ഡ്രീം വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതുണ്ടല്ലോ, മക്കൾ പഠിക്കുന്ന സ്കൂളാണ് കേട്ടോ. അത് നമ്മുടെ സൂവിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ഓപ്പോസിറ്റായിട്ടാണ് സ്കൂൾ വരുന്നത്. അങ്ങനെ ദേ മോള് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് കേട്ടോ. അവൾക്ക് അവിടെ നിന്നൊന്ന് നടക്കണമെന്ന് സ്കൂൾ കണ്ട വഴിക്ക്. അപ്പോൾ ഞാനും വിചാരിച്ച് ആയിക്കോട്ടേന്ന്. ഇനി നമ്മുടെ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്കിതിനെക്കുറിച്ചിട്ടൊക്കെയാണ് പറയാനും നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. അങ്ങനെ നമ്മളിത് ഈ റോഡ് മുറിച്ച് കടക്കാനായിട്ട് അവിടെ നിന്നു. അങ്ങനെ അപ്പുറത്തേക്ക് കടന്നു കേട്ടോ. കടന്ന വഴിക്ക് നമ്മൾ റോഡിൻ്റെ സൈഡിലുണ്ടല്ലോ നിറച്ചിതുപോലെയുള്ള ചെറിയ കച്ചവടങ്ങളുണ്ട് കേട്ടോ. ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കും അമ്പഴങ്ങ അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ അവിടെ ഉപ്പിലിട്ടത് കിട്ടും. അങ്ങനെ നമ്മളതിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സൂവിൻ്റെ അകത്തോട്ട് പോവാട്ടോ. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടി സൈഡിൽ തന്നെയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. നമ്മൾക്ക് അങ്ങനെ ടിക്കറ്റ് 4 പേരുണ്ടല്ലോ, 4 പേർക്കുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട് ചേട്ടൻ പോയി ടിക്കറ്റ് എടുക്കാൻ നിന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് 40 രൂപ കേട്ടോ വരുന്നുള്ളത്. അധികം റേറ്റൊന്നും ഇല്ല ഇവിടെ. പിന്നെ നമ്മളിപ്പോൾ കാണുന്നതാണ് തത്തമ്മേനെയാണ് കേട്ടോ അവിടെ കാണിക്കുന്നത്. തൊട്ടടുത്തുള്ള കൂട്ടിൽ നമ്മൾ കാണുന്നതാണ് റിയ എന്ന് പറഞ്ഞ ഒരു പക്ഷി കേട്ടോ. അത് ഒരുപാടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കുറേ നേരം അതിനെയൊക്കെ കണ്ടു. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരേ നിറത്തിൽ മാത്രമല്ല കേട്ടോ ഈ റിയ പക്ഷി ഉള്ളത്. പല ഷെയ്ഡുകളിലുള്ള പക്ഷീനെയും ഇതിൽ കാണാൻ പറ്റി നമുക്ക്. പിന്നെ അവയ്ക്കുള്ള തീറ്റയും വെള്ളമൊക്കെ തൊട്ടടുത്തല്ല, കുറച്ച് അകലെയായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നടത്തമൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. നല്ല കൊക്കൊക്കെ ഇങ്ങനെ നീണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ നടക്കണ വഴിയുടെ 2 സൈഡിലായിട്ട് ധാരാളം ഔഷധ സസ്യങ്ങൾ വെച്ചിട്ട് നന്നായി തണലൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ. പിന്നെ നമ്മളിപ്പോൾ കാണുന്നതാണ് കൊക്കുകളാണ് കേട്ടോ. ദക്ഷിണ ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് കാണുന്നത്. ഇതിൻ്റെ ആയുസ്സുണ്ടല്ലോ 20 തൊട്ട് 25 വർഷം വരെയാണ്. കൂടിൻ്റെ ഒരു വശത്ത് പരുന്തുകളുണ്ട് കേട്ടോ. പരുന്തുകൾക്ക് 10 മുതൽ 15 വർഷം വരെയാണ് ആയുസ്. ഈ കൂട്ടിൽ പിന്നെയുള്ളതാണ് കൂമൻ അഥവാ മൂങ്ങ എന്ന പക്ഷിയാണ്. ഇതും ധാരാളമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നതാണ് കുറുക്കനാണ്. കുറുക്കനെ കുറേ വട്ടം നോക്കി, ഒരെണ്ണത്തിനെ പോലും നമ്മളവിടെ കണ്ടില്ല. മിക്ക സമയങ്ങളിലും നമ്മൾ കാണാറുണ്ട് കേട്ടോ പോകുമ്പോൾ. കുറുക്കനെ കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ അവിടെ നിന്ന് വേഗം നടക്കുകയാണ് ചെയ്തേട്ടാ. അത് നടക്കണ വഴിയുടെ ഈ സൈഡുകളിലും ധാരാളം ചെടികൾ ഔഷധ സസ്യങ്ങളും വെച്ച് പിടിപ്പിച്ച് തണലൊരുക്കിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിലും. ഇനിയിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ആർട്ട് മ്യൂസിയമാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ ധാരാളം ചെടികളും പൂക്കളും വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ അതിൻ്റെ നിൽപ്പ് കാണാൻ തന്നെ. ഇനി നമുക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ ഇരിക്കാനായിട്ടുള്ള നല്ല സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മരങ്ങളുടെ താഴെയായിട്ട് കേട്ടോ. ഈ കൂട്ടിൽ നമ്മളിപ്പോൾ കാണുന്നത് ചെറിയ മാനുകളെയൊക്കെയാണ് കേട്ടോ. മാനുകളെ ഇലകളൊക്കെ കഴിച്ച് ചെറിയ വിശ്രമത്തിലായിരുന്നു. നമ്മൾ അടുത്ത കൂട്ടിലേക്ക് കാണാൻ പോയപ്പോൾ അവിടെയാണ് നമ്മുടെ യമു ഉള്ളത് കേട്ടോ. യമുവിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു 10 മുതൽ 15 വർഷം വരെയാണ് കേട്ടോ. പിന്നെ അത് കുറച്ച് അകലെയായിരുന്നു, നമുക്ക് അടുത്ത് കാണാൻ പറ്റിയില്ല. ഒരു കൂട്ടം മൃഗങ്ങളെ നമുക്കിപ്പോൾ കാണാം കേട്ടോ. അവയുടെ പേരാണ് മ്ലാവ് അഥവാ കലമാൻ എന്നാണ്. ഇവയുടെ ആയുസ് 12 മുതൽ 15 വരെയാണ്. മധ്യകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൻ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. പിന്നെ നമ്മളവിടെ കുറേ മരങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഇലഞ്ഞി മരവും വേറെ മരങ്ങളും കണ്ടു. ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ മരങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഹിപ്പോപ്പൊട്ടാമസിനെ കാണാനായിട്ടോ പോണത്. ഇതിൻ്റെ ആയുസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40 തൊട്ട് 45 വർഷം വരെയാണ്. ആഫ്രിക്കയിലെ വെള്ളക്കെട്ടുകളോട് കൂടിയ വനങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത്. നമ്മളെല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇവയെ ഇങ്ങനെ കാണാൻ പറ്റാറില്ല കേട്ടോ. വെള്ളത്തിലായിരിക്കും മിക്കപ്പോഴും. ഇത്തവണ മാത്രമാണ് നമുക്കിങ്ങനെ കാണാൻ പറ്റിയത്. ഇത് 2 എണ്ണം കൂടിയിട്ടാണോ അവിടെ നിൽക്കണത് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ മക്കൾക്ക് കളിക്കാനായിട്ടുള്ള വലുതൊന്നല്ലെങ്കിലും ചെറിയൊരു തരത്തിലുള്ള ഒരു പാർക്കും കൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള സിസോയും ഊഞ്ഞാലും അങ്ങനെ പലതരത്തിലുള്ള കളിക്കണ ഇതോളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ചെരുപ്പുകൾ ഊരി വെച്ചതിന് ശേഷം മാത്രമാണ് കുട്ടികൾക്ക് അവിടെ പ്രവേശിക്കാനായിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മുതലയെ കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ആമയെ കാണാൻ പറ്റിയ കുളത്തിൽ. ഈ ഭാഗങ്ങളിലും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളവിടെ ഫോട്ടോയും ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്.
ഈ കൂടുകളിലാണ് നമ്മുടെ പുള്ളിമാനുള്ളത്. പുള്ളിമാനെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. അവ കുറേ എണ്ണം അവിടെ അകലെയാണ് കേട്ടോ കിടക്കണം. കുറച്ച് നമ്മുടെ അടുത്ത ഭാഗത്തുണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗങ്ങളിലും ഇരിക്കാനായിട്ട് ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നതാണ്, ഇതിൻ്റെ പേര് മിഥുൻ എന്നാട്ടോ. പിന്നെ നമ്മൾ അടുത്തൊരു ഭാഗത്തുണ്ടല്ലോ ഇപ്പോൾ കാണുന്നത് കൊച്ചിയിലെ രാജാക്കന്മാർ പണ്ട് ഉപയോഗിച്ചിരുന്ന വഞ്ചികളും മറ്റുമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇനി നമ്മൾ കാണുന്നതാണ് നമ്മുടെ പുലിയും. അടുത്ത് തന്നെയാണ് കേട്ടോ സിംഹത്തിൻ്റെ കൂടും. ഇനി കുറച്ച് നേരം പുലിയെയും അവിടെ നോക്കി നിന്ന് സിംഹത്തിനെയും കണ്ട് നമ്മൾ ആ ഭാഗത്തുനിന്നും പോന്നു. പിന്നെയുള്ളത് നമ്മുടെ കുരങ്ങന്മാരാണ് കേട്ടോ. ധാരാളം കുരങ്ങന്മാരുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കുരങ്ങന്മാരെ മാത്രമാണ് നോക്കി ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. പക്ഷികൾക്കായിട്ട് വേറൊരു ഭാഗമാണ് കേട്ടോ ഒരുക്കിയിരിക്കണത്. ഇപ്പം നമ്മൾ കാണണ ഭാഗത്തുണ്ടല്ലോ വെള്ളക്കൊക്കുകളും മയിലുകളും എല്ലാതും ഉണ്ട് കേട്ടോ. ആ വെള്ളക്കൊക്കുകൾക്ക് 30 തൊട്ട് 40 വരെയാണ് ആയുസ്. പിന്നെ മയിലുകളെല്ലാം പീലി വിടർത്തി നല്ല ഭംഗിയിലാട്ടോ ഇരുന്നിരുന്നത്. പിന്നെ നമ്മളവിടെ ഇങ്ങനെ നടന്ന് മക്കൾക്ക് ബാക്കിയുള്ള കിളികളെയും എല്ലാത്തിനെയും കാണിച്ചു കൊടുത്ത് ഇങ്ങനെ നടന്നു പോന്നു. സൂവിൻ്റെ അവസാന ഭാഗത്താണ് പാമ്പുകളൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കയറുന്ന ഭാഗത്ത് നല്ല വലിയ പെരുമ്പാമ്പ് ഉണ്ട്. നമ്മളതിനെ കുറച്ച് നേരം നോക്കി മക്കൾക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ അവിടെ ഉണ്ടല്ലോ ധാരാളം വേറെ വിഷമേറിയ പാമ്പുകളും മറ്റും അവിടെയുണ്ട്. പിന്നെ നമുക്കൊരു ആമേനെയും കൂടി കാണാൻ പറ്റി. ബാക്കിയുള്ള പാമ്പുകളെ വെച്ചിരിക്കുന്നതെല്ലാം അടുത്ത സെക്ഷനിലാണ്. അവിടെ നല്ല ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്, അപകടമാണെന്ന് പറഞ്ഞിട്ട് സുരക്ഷയുടെ ബോർഡുകളും വെച്ചിട്ടുണ്ട്. അങ്ങനെ പാമ്പുകളെയൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ സൂമിൽ നിന്ന് പോന്നു കേട്ടോ. നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ പിന്നെ അനിയത്തിരെ വീട്ടിലും കൂടി ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ അരിനെല്ലിക്കും നെല്ലിക്കും മാങ്ങയും എല്ലാതും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും കൂടിയിട്ട് അത് അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും കൂടി അത് കഴിച്ചു. അങ്ങനെ അനിയത്തിരി വീട്ടിലേക്ക് പോയതിന് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് അമ്മ ഒരു പാർസൽ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അനിയത്തിയുടെ കയ്യിൽ. അപ്പം അത് വാങ്ങിക്കാനായിട്ട് പോയതാണ് കേട്ടോ നമ്മൾ. പിള്ളേർക്ക് മിഠായിയും വീട്ടിലുണ്ടായ മിളകും മാങ്ങുപ്പിലിട്ടതും അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത്. പിന്നെ അതിൽ മെയിനായിട്ട് ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ എന്താ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ പൊതിരുള്ളിലെ 2 ചക്കടയായിരുന്നു കേട്ടോ. അധികം ഒന്നും ഇല്ലെങ്കിലും 2 എണ്ണം തന്നെയുള്ളെങ്കിലും നമുക്കതിനൊരു വില തന്നെയാണല്ലോ. അമ്മമാരുടെ കൈ കൊണ്ട് ഉണ്ടാക്കി തരുന്ന ഫുഡിന് ഒരു പ്രത്യേക രുചി തന്നെയാണല്ലോ. അങ്ങനെ ഞാൻ ആ ചക്കയുടെ മണത്തൊക്കെ നോക്കിയിട്ടോ, അടിപൊളി, നല്ല മണവും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ദേ കഴിച്ചു. പിന്നെ മക്കൾക്കും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നുള്ളത്. നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.